ഇത് വേറെ മാതിരി. അത് ഏത് വേറെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സിനിമയുടെ തുടക്കത്തിൽ 2024 സംഭവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ തിരക്കഥ എത്രത്തോളം ശോകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോമഡി കൊണ്ടുവരണം, കാശ് ചെലവാക്കിയത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണം എന്നിങ്ങനെ ആലോചനകൾ പലത് മാറി മറിഞ്ഞു വന്നതിന്റെ ഭാഗമായി സത്യം പറഞ്ഞാൽ ഇൻ ഗോസ്റ്റ് ഹൗസിൽ നെടുമണിയുടെ കഥാപാത്രം പറയുന്ന പോലെ നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിയ പ്രേക്ഷകന്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്ന ഒരു അനുഭവം പോലെയാണ് എനിക്കുണ്ടായത്. പിന്നെ പ്രധാന കഥയിലേക്ക് കടക്കുമ്പോഴും പശ്ചാത്തലവും കഥാപാത്രങ്ങളും മാറുന്നതല്ലാതെ ഈ കഥ നമ്മൾ മുന്നേ കേട്ടില്ല തന്നെയാണ്. അവിടെയും ഒരു പ്രശ്നം വരുന്നത് ഒരു കഥാപാത്രത്തെയും ഇമോഷണലി പ്രേക്ഷകരുമായി അടുപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ്. പക്ഷേ പ്രേക്ഷകർ ഇമോഷണലായി തന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെയും പാസത്തിന്റെ നീർച്ചോലകളും അതിന്റെ വൈകാരിക നിമിഷങ്ങളും ഉണ്ടെങ്കിലും കഥയ്ക്കുള്ളിലേക്കോ കഥാപാത്രങ്ങളിലേക്കോ കടക്കാൻ സാധിക്കാത്തതുകൊണ്ട് തീർത്തും ശോകമാവുന്ന അവസ്ഥ കൂടെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രിഞ്ച് പരിപാടി തന്നെ കുറേയുണ്ട്. സിനിമ മൊത്തത്തിൽ നോക്കിയാലും രസമുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് കങ്കോ എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രോ ആ പരിപാടിയായിരുന്നു. ആ സീക്വൻസും പാട്ടും ഒക്കെ താരതമ്യേന കൊള്ളാമായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ ആക്ഷൻ സീക്വൻസുകളിൽ ഈ സ്ഥിരം പാറ്റേൺ പരിപാടികൾ, ആൾക്കൂട്ടം, ബഹളം, അതുവഴി എന്തോ വലുതെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാത്തേ ഉള്ളൂ. ഈ സ്ത്രീ